നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറി ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ചേച്ചീനെ നടക്കണ കൂട്ടുകാർ ചേച്ചീനെ തട്ടിക്കൊണ്ടുപോയി. ആ നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും സമയം ഇവിടെ കാത്തിരുന്നു. ആയിക്കോട്ടെ, കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചാൽ തീർക്കാം. തിരിച്ചു വന്ന് ഉറപ്പുണ്ടാ? ഞാൻ തിരിച്ചു പോകാനല്ല വന്നത്, ഞാൻ സത്യം നേരിടാനാണ്. നീ ഒരുപാട് മാറി. മനുഷ്യന്റെ മാറ്റുന്നത് കാലമല്ല, അനുഭവമാണ്. എനിക്ക് ഇന്നും പേടില്ലേ മോനെന്നെ? സത്യം എന്റെ പ്രശ്നമുള്ള കുറവാണ്, എനിക്കാരെയും പേടിയില്ല. എന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഈ നാട്ടില് അന്വേഷിച്ചാൽ മതി മോനെന്റെ പേര് കേട്ടാ. തന്നെ എനിക്ക് വരെ അറിയാം, പക്ഷെ തന്നെ പേടിക്കാൻ താൻ ആരാന്ന് ഞാൻ ചോദിച്ചത്. താൻ ഗുണ്ടാണോ? ഗുണ്ടാണെങ്കിൽ തന്റെ അറിയുന്നവരുടെ മതി, എന്റെ അടുത്ത് 20 കൊല്ലം ഈ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പണിയായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നില്ല. പിന്നെ ഗുണ്ടായസൊക്കെ നിർത്തിയതാ. ഞാനല്ല വന്ന് ചെയ്യാ, എന്റെ പിള്ളേരായിരിക്കും. നീ സൂക്ഷിച്ച് സംസാരിച്ചപ്പോഴും. തന്റെ പിള്ളേര് വന്നാലും ആര് വന്നാലും എനിക്കൊരു തേങ്ങയില്ല. ഗുണ്ടായസൊക്കെ ഉണ്ടാവും 20 കൊല്ലം മുന്നേ, ഇപ്പോഴും എനിക്കൊരു തേങ്ങയില്ല. മനസ്സിലായ? താൻ ആരാ എനിക്ക് കുഴപ്പമില്ല. തനിക്ക് ചെയ്യാൻ പറ്റും താൻ ചെയ്യേ, എനിക്ക് ചെയ്യാൻ പറ്റും ഞാനും ചെയ്യാം. നോക്കാം. എല്ലാം തീരും. ഇന്നത്തെ കഴിഞ്ഞാൽ എല്ലാം തീരുമ്പോൾ ചില രാത്രികളിലൊന്നും അവസാനമല്ല, തുടക്കമാണ്. പോയിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. നിനക്കെല്ലാം പോയത് നീ എന്തിനാ കളഞ്ഞത്? അല്ല ഞാനല്ല കളഞ്ഞത്. മനസ്സിലായ? നിനക്കെല്ലാം എല്ലാ കാര്യവും കളഞ്ഞത് നീ തന്നെയാണ്. നീ പറയേണ്ട ആവശ്യമില്ല. വേണ്ടപ്പെട്ട ആൾക്ക് എന്ത് സംഭവിച്ചാലും ഞാനത് ചെയ്തിരിക്കും. എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും. മനസ്സിലായ? പണയം വെച്ചിട്ട് ചെയ്യുമ്പോൾ ആദ്യം സ്വന്തം
വീട്ടുകാർക്ക് ചെയ്യാൻ നോക്കും, എന്നിട്ട് നാട്ടുകാരെ ഇടപെടുത്തി. അല്ലാണ്ട് ഒരു കാര്യം കേൾക്കുമ്പോൾ ഈ നാട്ടുകാർക്കല്ല, വീട്ടുകാർക്ക് അത് ചെയ്യണം. എന്ത് കാര്യം ചെയ്യും അത് കഴിഞ്ഞ് നാട്ടുകാർക്ക് ചെയ്താൽ മതി. ഇറങ്ങി വളരെ ചെയ്യണേ ഇറങ്ങി വെക്കൊരു മടിയില്ല. ഞാനിന്ന് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ കാണാനായിട്ട് എല്ലാം തീർക്കാണ്ട് ഞാൻ വന്നത്. ഉറപ്പിക്കുള്ളവിടെ ഞാൻ വന്നത്. ഇറങ്ങിയത് ഞാൻ വരടാ, നീ അവിടെ നിൽക്ക്. വിധി പറയുന്നത് നമ്മളല്ല, സമയമാണ്. എന്താണ് വേണ്ടത്? ഇറങ്ങിയോ ഈശിയാ വരുന്നത്? പ്രശ്നം എന്താ? നീ എല്ലാം ഇറങ്ങിയോ? പല പ്രശ്നമുണ്ടാവും. പല പ്രശ്നം എന്റെ പോയിട്ടാണ് നീ നിൽക്കുന്നത്. നീ എല്ലാം ഇറങ്ങിയോന്നൂടാ. എനിക്ക് എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ ഉണ്ടാക്കാൻ നോക്കിയോ? നിന്റെ നാടകമൊന്നുമില്ലടാ, എനിക്കെല്ലാം ഇല്ലടാ. അങ്ങനെ നിന്റെ നാടിന്റെ നാടകമൊന്നുമില്ല. നീ ഇപ്പൊ എവിടെ താമസിക്കുന്നത്? നിന്റെ നാടകം നീ ഇപ്പൊ എവിടെ താമസിക്കുന്നത്? നീ ഇപ്പൊ ഈ നാടാണ് താമസിക്കുന്നത്. ഞാനിവിടെ അടുത്തേക്കുണ്ടാ. അടുത്തിടെ അല്ലേ നിന്റെ നാട്? നീ കുണച്ചില്ല നേരത്തെ. നിന്റെ നാട് കുണച്ചു. നീ ഇപ്പൊ എവിടെ താമസിക്കണ്ടാ? എന്റെ ലൈഫിൽ പട്ടി കളിക്കാൻ എടാ നീ വട്ടം കൂടി അവന്റെ 20 വർഷത്തെ ഗുണ്ട അരിക്കണം എന്റെ കൈ. തീർക്കും പോരാ. കളിക്കുമ്പോ ആണ് പറഞ്ഞ കളിക്കണം. എവിടുത്തെ 20 വർഷത്തെ ഗുണ്ടാള് പോയി? ഞാൻ ചത്ത് 800 ഉറപ്പാക്കിയിട്ട് നീ നാട്ടില് നിന്റെ അവസാനടാ. ഞാനത് നീ വന്നപ്പോഴേ പറഞ്ഞതാ. ഞാൻ അവസാനിച്ചാലും ഈ കേസ് പെൻഡിങ്ങിൽ വെച്ചാലും എന്തെങ്കിലും ആയിക്കോട്ടെ,
എൻ്റെ പിള്ളേർ പറഞ്ഞ ഇതായിരിക്കില്ല. എൻ്റെ പിള്ളേരെ വിളിക്കുക. എനിക്കറിയാത്ത പിള്ളേരല്ല ഉള്ളത്. എനിക്ക് പറ്റാത്ത ആൾക്കാരെ നീ വിളിച്ചോ? എന്താണ് നിന്റെ കുഴപ്പം? എൻ്റെ നാട്ടിൽ നീ ഉണ്ടാക്കും. നിന്റെ നാട്ടിലുണ്ടോ? നിന്റെ PAT കയറി പണിഞ്ഞു. ചില കണക്കുകൾ ചെയ്യുന്നതേ പ്രതികാരത്തിലല്ല, സത്യത്തിലൂടെയാ. മനസ്സിലായി? ഹലോ, എപ്പോ? വരുന്നു.